നമ്മളുടെ ബിഷപ്പ് കിച്ചുവിനെ എതിരെ പറയാൻ നമ്മുടെ മുന്നിൽ കിട്ടു തരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന് അവർ അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. നമ്മുടെ രേണു അത് വിളിച്ച് പറയിപ്പിക്കരുതിട്ട് കിച്ചു എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നമുക്ക് രണ്ടുപേർ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളും അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ കിച്ചു അവൻ ആളത്ര വെടുപ്പല്ല, അവൻ ആളത്ര ശരിയല്ല, പല കാര്യങ്ങളും ഉണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, എന്തൊക്കെയാണ് ഈ കാണുന്നതൊക്കെ തന്നെ. കിച്ചു ആരാണ്, കിച്ചു എന്താണ്, കിച്ചു എങ്ങനത്തവനാണ് ഒന്ന് കേൾക്കാൻ ബാക്കി. യെസ് ഗൈസ്, അപ്പൊ കിച്ചു അണ്ടർവേൾഡ് ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ദാവിദ് ഗ്രാമിന്റെ ഗ്യാങ്ങിലെ ഒരു കണ്ണി കൂടാണ്. ഇതൊക്കെയാണോ ഓലക്ക എന്റെ പൊന്നു ബിഷപ്പേ. അവരും പറയുന്ന കേട്ടിട്ട് ഒരു പാവം ക്രാവിനെ അച്ഛൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അങ്ങയുടെ നാവിന്ന് വരാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങ് വിളിച്ച് പറഞ്ഞിരുന്നത്. ഇത് ആരെ ബോധിക്കാന്ന് അങ്ങ് പറഞ്ഞിരുന്നത്? ഈ പറയുന്ന രേണുവിനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടോ മറ്റുള്ളവരെ കേട്ടിട്ട് കൊച്ചിനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യും. അല്ലാതെ അതിന് മാത്രമുള്ള ഒരു കുറ്റം തെറ്റും ഒന്നും അവൻ ചെയ്തിട്ടില്ല. പിന്നെ ബിഷപ്പിന് എന്ത് പറ്റി? എവിടെങ്കിലും എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? അണ്ടർവേൾഡിൽ നിന്ന് എവിടെങ്കിലും ചിലപ്പോൾ ദുബായിന്നോ സൗദിന്നോ അജ്മാനോ അലയിന്നോ ഒക്കെ എന്താണ് പെട്ടെന്ന് രേണുവിനെ താത്തി കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് രേണുവിനെ പൊക്കി ഈ ക്രാവിനെ താത്തിയിരുന്ന ഇവനെതിരെ നെഗറ്റിവിറ്റി ഇങ്ങനെ പ്രചരിപ്പിക്കണം? കിച്ചു ഇവനെതിരെ നെഗറ്റിവിറ്റി ഇങ്ങനെ പ്രചരിപ്പിക്കണം. കിച്ചു നീ നിന്റെ കാര്യം നോക്കി നിൽക്കുക, രേണുവിന്റെ കാര്യം നോക്കിയല്ലോ നിൽക്കണേ. നീ ഇങ്ങോട്ട് മറിച്ചെന്ന് പറഞ്ഞ അവന്റെ കാര്യം നോക്കി ഒതുങ്ങി പോയിട്ട് തന്നെ ജീവിക്കണേ. രേണുവിന്റെ കാര്യം നോക്കിയിരിക്കണം അല്ലെ? അവനെതിരെ പറയാനും അവനെതിരെ ആൾക്കാരെ ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നത് കിച്ചു അല്ല. കിച്ചുവിന്റെ വായിൽ പോയിട്ട് ആൾക്കുമ്പോൾ ഗതി കെട്ടിട്ട് അവൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യുന്നത്. അവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ് ബിഷപ്പെ. രേണു ബിഷപ്പൊക്കെ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ പോവുക. ഇപ്പൊ എന്താ വേണ്ടേ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇവിടെ ഈ കിച്ചു എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം കിച്ചുവിന്റെ വായിൽ കോലിട്ട് ഇളക്കിയിട്ടല്ലേ അവൻ ഇത്രയെങ്കിലും പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് കിച്ചു രേണുവിന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം കിച്ചു എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യത്തിനോ കിച്ചു വന്നോ? ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം, കിച്ചു എന്ന് പറയുന്ന ഒരു വിഷയത്തിന് തുടക്കമിട്ടത് ആരാണ്? അത് രേണുവല്ലേ ശരിക്കും പറഞ്ഞത്. കാരണം രേണു അന്ന് ചെയ്ത ആ ഒരു വീഡിയോയിൽ കിച്ചുവിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് രേണു പറഞ്ഞ ആ ഒരു കാര്യം, അതായത് കിച്ചു കാണാൻ വന്നോ എന്നുള്ള മറ്റുള്ളവരെ കമന്റിന് മറുപടിയായിട്ട് രേണു പറഞ്ഞതാണ് കിച്ചു എന്നെ കാണാൻ വന്നിട്ടില്ല ഇതുവരെ. ആരൊക്കെയോ പറയുന്നുണ്ട് കിച്ചു കാണാൻ വന്നു എന്നുള്ള ആ ഒരു തരത്തിലൊക്കെ, പക്ഷേ കിച്ചു എന്നെ ഇതുവരെയായിട്ടും കാണാൻ വന്നിട്ടില്ല, അതൊക്കെ ഫേക്കാണ് എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്നല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്. അന്ന് രേണു അങ്ങനെ പറയേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു വാക്ക് രേണുവിൻ്റെ വായിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത്രത്തോളം ഈ ഒരു കാര്യം എത്തുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് രേണു അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ലായിരുന്നു അന്ന്. അങ്ങനെ ഒരു കാര്യം രേണുവിൻ്റെ വായിൽ നിന്ന് വന്നതിന് ശേഷമല്ലേ ഇത്രത്തോളം ഇതിനെ അങ്ങ് എന്തോ ഒരു ചീഞ്ഞ് നാർന്ന സംഭവമാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയത്. പിന്നെ ഈ പറയുന്ന രീതിയിൽ കിച്ചു ഒരു വീഡിയോ ചെയ്തു, പിന്നെ രേണു ഒരു വീഡിയോ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് തർക്കത്തിൻ്റെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി, അത് നാട്ടുകാർക്ക് സംസാര വിഷയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്തൊക്കെ പ്രശ്നങ്ങൾ കോലാഹലങ്ങളാണ് രേണുവിൻ്റെ ആ ഒരൊറ്റ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരാണ്? കിച്ചു ആണോ ഇതിനൊക്കെ തുടക്കമിട്ടത്? കിച്ചു ആണോ ഇതൊക്കെ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങിയത്? കിച്ചു ആണോ രേണുവിനെ ഈ പറയുന്ന രീതിയിൽ താഴ്ത്തിക്കെട്ടാനായിട്ട് ശ്രമിച്ചത്? ഒന്നും അല്ലല്ലോ. ഇത് കിച്ചുവിൻ്റെ വായിൽ കോലിട്ടിളക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കിച്ചു പ്രതികരിച്ചു. അതിന് ഇടം ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു വേണ്ടത്. കാരണം കമന്റോളികൾ പലതും പറയും, അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് അവരെ ഇതാക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു രേണുവിന്? ബാക്കിയേക്കാം. ഇപ്പൊ എന്താ വേണ്ടേ? ഇവന്റെ പേരിലും കൂടി മാറ്റിയിട്ട് അത് രേണുവിന്റെ പേരിലും ഋതപ്പന്റെ പേരിലേക്ക് മാറ്റാനുള്ള അടുത്ത ശ്രമമായിരിക്കും ഇനി
ബിഷപ്പിനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് നമ്മൾ മലയാളികളായി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ പോക്ക് എവിടേക്കാണ്. വെറുതെ ഇങ്ങനെ പറയുന്നത് ഒരു ബിഷപ്പ് എന്ന നിലയിൽ സംസാരിക്കുന്ന ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നല്ല അവന് നേരം കഴിയും. ഉപദ്രവിക്കാതിരിക്കുക അവനെ. പിന്നെ അപ്പൊ കിച്ചുവിന്റെ കാര്യം നോക്കി തന്നെയാണ് ബിഷപ്പെ ഒതുങ്ങി പോയി ജീവിക്കണം. അവനൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എല്ലാവരും കൂടി. ഇതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ച് ഇല്ലാതാക്കരുത് ആ കൊച്ചിന്റെ കരിയർ. അത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് വളർന്ന് പച്ച വെച്ചൊന്ന് പൊക്കോട്ടെ. 100% ഞാൻ യോജിക്കുന്നു ഇവർ ഈ പറഞ്ഞ കാര്യത്തിനോട്. കാരണം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഒരു ഇത് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ കിച്ചുവിന്റെ പേരിൽ നിന്ന് ആ വീടിന്റെ ഇതൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ രേണുവിന്റെയും പ്രതാപ്പന്റെയും പേരിലോട്ട് ആക്കാവുന്ന ആ ഒരു ഇതാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കിച്ചുവിനെ ഈ പറയുന്ന രീതിയിൽ അങ്ങ് താഴ്ത്തിക്കെട്ടി അങ്ങ് ഇല്ലാതാക്കാനുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അങ്ങനെയും ചിന്തിക്കുന്നതിനോട് തെറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയും ചിന്തിച്ച് പോകും. അതും ആ ഒരു തരത്തിൽ ഒരു സൈഡിൽ നിൽക്കുവാണ് ആ ഒരു കാര്യവും. ഇനി അങ്ങനെയാണോ സംഭവം എന്ന് വരെ ചിന്തിക്കേണ്ട ആ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്ന തരത്തിലോട്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. കാരണം കിച്ചുവിന്റെ പേരിൽ നിന്ന് അത് മാറ്റി. കാരണം ബിഷപ്പിന്റെ അന്നത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ഈ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ ആ ഒരു മുറി അവിടെ ഉണ്ട്, അവിടെ വന്ന് താമസിക്കാം എന്നുള്ള രീതിയിലൊരു ഔദാര്യമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഭീഷണിയാണോ? എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അങ്ങനെയൊക്കെ ഒരാൾ കേൾക്കുമ്പോഴത്തേക്കും പിന്നെ ആ വീട്ടിൽ വന്ന് താമസിക്കാനായിട്ട് അവന് തോന്നുമോ? ശരിക്കും പറഞ്ഞാൽ ആ തോന്നലാണോ ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടെന്ന് പറയാം? കാരണം അവനിനി ആ വീടെ വേണ്ട എന്ന് അവൻ തന്നെ വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണോ ഇവർക്കൊക്കെ? അത് രേണുവിനും ഋതപ്പനും എന്നുള്ള രീതിയിലോട്ട് ഇവർ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണോ ഇനി ശരിക്കും പറഞ്ഞാൽ? ഇതാരാണ് ഇതിൻ്റെയൊക്കെ ഒരു ആണി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം പൂർണ്ണതോതിൽ നിലവിലത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് കിച്ചു അല്ല. അത് ഞാൻ 100% ഞാൻ അടിവരായിട്ട് പറയുന്നു, കിച്ചു അല്ല ഈ ഒരു പ്രശ്നത്തിന്റെ ഒന്നും തന്നെ തുടക്കം. അത് തുടക്കം എന്ന് പറയുന്നത് രേണുവിന്റെ ആ ഒരു വീഡിയോ ആയിരുന്നു. അതിനുശേഷമാണ് ഇതിങ്ങനെ വല്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി. രേണു അത് അവോയ്ഡ് ചെയ്യണമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ കൈവിട്ട് പോയി. ഇപ്പോൾ പല രീതിയിൽ പല തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറി. ഇനിയെങ്കിലും രേണു ആയാലും കിച്ചു ആയാലും രേണുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായാലും ഈ പറയുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത തരത്തിൽ കിച്ചുവിന്റെ പേര് അതിലേക്ക് വലിച്ചിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാതിരിക്കുക. ഇവർ പറയുന്ന കണക്ക് തന്നെ രേണുവിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോട്ടെ, അസുഖങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ രേണു തിരിച്ചു വരട്ടെ, അതാണ് നിലവിൽ വേണ്ടതെന്ന് പറയുന്നത്. കിച്ചുവിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോട്ടെ. കിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. എന്തിനാണ് അതിൻ്റെ ഇടയിൽ കൂടി ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചളിവാരി എറിഞ്ഞ് വലിച്ചിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നത്? മോശമാണത് വളരെ. ഇതോടുകൂടി തന്നെ അവസാനിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതിപ്പോൾ തന്നെ പല രീതിയിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് എത്തിക്കാതിരിക്കുന്നതായിരിക്കും നിലവിലത്തെ സിറ്റുവേഷനിൽ രേണുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കിച്ചുവിനും ഒക്കെ തന്നെ നല്ലതെന്ന് പറയുന്നത്.